ലീഗിന്റെ വിജയം എന്ന് പറഞ്ഞത് ഒരു പരമ്പരാഗതമായി ലീഗ് അല്ലെങ്കിൽ നരകത്ത് പോവോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കുറെ പഴയ ആളുകൾ, കാരണന്മാരെ ചിന്തകള് ഈ ലീഗിന്റെ കുറെ മന്ദബുദ്ധികളായ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിയ ഒരു ചിന്തയാണ്. ലീഗിന് വോട്ട് ചെയ്യാൻ ഞാൻ നരകത്ത് പോവും, ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്ത് പോവും, അതിന് കുറച്ച് മൂല്യന്മാരും അങ്ങനെ ഓലെ കുറെ ഫത്വ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അല്ലാതെ ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയം ചിന്തിച്ച് ചെയ്യണതല്ല. ഒരു ഫുൾ മന്ദപ്പിൽ അങ്ങനെ പോവാണ്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ല ഇന്നും ആളോഹരി വരുമാനത്തിനും എല്ലാം കൊണ്ട് 14ാം സ്ഥാനത്തേക്കാണ്. ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാണ് നിയന്ത്രിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനപ്പുറത്ത് പാണക്കാട് തങ്ങന്മാർക്ക് വരെ നീങ്ങാൻ പറ്റൂലെന്ന് നമ്മൾ പറയണ്ടല്ലേ. പാണക്കാട് നിന്നാണ് അന്തിമ തീരുമാനം എന്ന്. കുഞ്ഞാലിക്കുട്ടി എടുക്കുന്ന തീരുമാനം പാണക്കാട് തങ്ങൾ വായിക്കും അന്തിമമായിട്ട്. അതാണ് അന്തിമ തീരുമാനം പാണക്കാടുണ്ട്. അല്ലാതെ എന്ത് തീരുമാനമാണ്? യൂത്ത് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കുറി മത്സരിപ്പിക്കുന്നത് ആരെയാണ്? കെ എൻ സാജി 3ാമത്. യൂത്ത് ലീഗ് എന്ന് പറഞ്ഞാൽ യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 33 താഴല്ലേ, അല്ലെങ്കിൽ 35 താഴെയാണല്ലോ. അതിന്റെ മുകളിലുള്ള യൂത്ത് അല്ലല്ലോ. കെ എൻ സാജിക്ക് വയസ്സെത്രണ്ട്? നജീബ് കാന്തപുരത്തിന് വയസ്സെത്രണ്ട്? അതിന് യൂത്ത് ലീഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, പി കെ ഫിറോസ്. ആ ഫിറോസിനെ എന്നെ തോൽക്കുന്നോർത്ത കൊണ്ടിട്ടത്. കാരണം 60 കൊല്ലം ലീഗ് ജയിച്ചു വന്നിരുന്ന താനൂര് ഇതുവരെ ലീഗ് ഒരു വികസനവും നടത്തിയില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് അബ്ദുറഹ്മാൻ അവിടെ കഴിഞ്ഞുറി ജയിച്ചതും. അബ്ദുറഹ്മാൻ വന്നതിന് ശേഷം അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയും കൂടി അവിടെ മാറും എന്നുള്ളൊരു പ്രതീക്ഷ താനൂരിലെ ജനങ്ങൾക്കുണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് പി കെ ഫിറോസിനിട്ട്. അപ്പൊ ലീഗിനെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി തീരുമാനം എടുക്കുകയാണ്. കെ എൻ എ ഖാദർ ഇന്നേ വരെ കേരള നിയമസഭയിൽ 5 കൊല്ലം തുടരിയിരുന്നിട്ടില്ല. നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ച് നോക്കി. കെ എൻ എ ഖാദർ എന്ന് പറയുന്ന വ്യക്തി ഈ നിയമസഭയിൽ ഇതുവരെ 5 വർഷം തുടരെ നിന്നിട്ടില്ല. എന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് കെ എൻ എ ഖാദർ വരല്. കാരണം ഒരു 2 കൊല്ലം 2.5 കൊല്ലം അപ്പേ കിട്ടുള്ളൂ. കെ എൻ എ ഖാദറിന് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ട് പല കഥകളും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പൊളിച്ചു എന്ന് പറഞ്ഞതേനു. അങ്ങനെ ലത്തീഫിന് പ്രഖ്യാപിച്ച സീറ്റ് പെട്ടെന്ന് ഖാദറിനാക്കിയത് ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെ തങ്ങളും പ്രഖ്യാപിച്ചു. അതിന്റെ മുന്നേ ടിവിയിൽ ഏഷ്യാനെറ്റിലൊക്കെ ലത്തീഫാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കഴിഞ്ഞ ഈ വേങ്ങര ഉപതെരഞ്ഞെടുപ്പില്. ആ ലത്തീഫ് മഞ്ചേരി അങ്ങാടിയിൽ മുനിസിപ്പൽ ചെയർമാനായി 2-3 തവണ ഭരിച്ചു മുടിച്ചതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിന്റെ അടുത്ത് ചരിത്രത്തിൽ ആദ്യമായി INL മറ്റുള്ളവരും സാമ്പാർ മുന്നണി തിരിച്ചു പിടിച്ചത്. ആ ലത്തീഫിനെ മാറ്റിയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 10-20ാമത്തെ വയസ്സാക്കാൻ നേരത്ത് ഏകദേശം 70 അടുത്ത സമയത്ത് നടക്കാൻ കൂടി വെച്ചാത്ത സമയത്ത് ലത്തീഫിന് സീറ്റ് കൊടുത്തു. എന്താ കാരണം? അതാണ് മനസ്സിലാക്കേണ്ടത്. നിലമ്പൂർ വഹാബ് എന്ന സ്ഥിരം രാജ്യസഭാ MP എന്ത് രാഷ്ട്രീയ ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്? എന്ത് സമകാലിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് അയാൾക്കുള്ളത്? എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളത്? വെറും കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗം. കുഞ്ഞാലിക്കുട്ടിയെ പോലത്തെ വൻകിട പണക്കാര്, വഹാബിനെ പോലത്തെ വൻകിട പണക്കാര്, ഇതല്ലാതെ ആരാണ്? ഇ ടി മുഹമ്മദ് ബഷീർ എന്നും MP യാ. എന്താ ഇ ടിക്ക് ഉണ്ടായ നേട്ടം എന്നല്ലാതെ സമുദായത്തിന് എന്ത് നേട്ടമുണ്ടായി? ഇ ടിയുടെ സ്വത്ത് 200 ഇരട്ടി 200% വർദ്ധിച്ചു എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇ ടിയുടെ സ്വത്ത് വെളിപ്പെടുത്തിയപ്പോ ഇവിടെ അതിന്റെ യഥാർത്ഥ ലിസ്റ്റ് വന്നത്. ഇവരൊക്കെ എന്താണ്? ലീഗിൽ വന്നിട്ട് ഇവരൊക്കെ മരിച്ചാണ് തീരേണ്ടി വരും. ഈ അഹമ്മദ് മരിക്കണത് വരെ MP ആയിരുന്നു. അവസാനം നടക്കാൻ വയ്യാതെ 2 ആൾ കൈ താങ്ങി പിടിച്ചു കൊടുന്നു കണ്ടല്ലേ അയാൾ മത്സരിച്ചതും പാർലമെന്റിക്കും പോയിനത്. അയാൾ മരിച്ചു ഒഴിവായിക്കാണ്. ലീഗിന് ഇനി വഹാബ് മരിച്ചു തീരേണ്ടി വരും, കുഞ്ഞാലിക്കുട്ടി മരിച്ചു തീരേണ്ടി വരും, അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ മരിച്ചു തീരേണ്ടി വരും. പാണക്കാട് കുടുംബം പിന്നെ അങ്ങനെ തന്നെയാണ് പാരമ്പര്യമായിട്ട് അവസാനം വരെ ഖിയാമത്ത് വരെ ഓൽക്ക് ഒഴിഞ്ഞു വെച്ചതാണ് ഈ പ്രസിഡന്റ് സ്ഥാനം. അത് വേറെ വിഷയം. ലീഗിൽ എന്ത് സ്ഥാനമുണ്ട് യുവാക്കൾക്ക്? ലീഗ് എന്ന് പറയുന്നത് ഒരു കൃത്യമായി പറഞ്ഞാല് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷകരുടെ കൈകളിലാണ്. അല്ലാതെ സമുദായത്തിനോ സമൂഹത്തിനോ ഈ ജില്ലയിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കോ ലീഗിനെ കൊണ്ട് എന്ത് നേട്ടമുണ്ട് നിങ്ങൾ ഈ പറയുന്നത്? ഒരു നേട്ടമില്ല. മലപ്പുറം ജില്ല ഇന്നും ആളോഹരി വരുമാനത്തിൽ 14ാം സ്ഥാനത്താണ്. എല്ലാ നിലക്കും പിന്നോക്കം നിൽക്കണ വയനാട് ജില്ല പോലും 13ാം സ്ഥാനത്തുണ്ട്. ഇന്നും മലപ്പുറം ജില്ല 14ാം സ്ഥാനത്താ. എന്താ മലപ്പുറം ജില്ലയിലുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരി. മര്യാദക്ക് എന്തുണ്ട്? എന്നിട്ട് അവിടെയും ഇവിടെ റോഡ് താറിട്ടീന്റെ കണക്കാ പറയണത്. ഇപ്രാവശ്യം 5 കോടിയാണ് ഏറനാട് മണ്ഡലത്തിൽ ലീഗിന്റെ MLA ആയ ബഷീറിന് റോഡ് താറിടാൻ ഇടതുപക്ഷം കൊടുത്തത്. നന്ദി പറയുന്നുണ്ട്. എന്റെ വാപ്പാന്റെ പേരിൽ ഒരു ക്യാൻസർ ആസ്പത്രി എന്റെ സ്വപ്നമായിരുന്നു എന്നാ പറഞ്ഞ ബഷീർ. അത് UDF ഭരിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. ഓൻ UDFന്റെ MLA ആയിട്ട് ഭരിക്കുന്ന സമയത്ത് പോലും കിട്ടിയിട്ടില്ല. അത് കൊടുത്തത് ആരാ? പിണറായി വിജയന്റെ സർക്കാരാ. പിണറായിക്ക് നന്ദി പറയാന്നുണ്ട് ബഷീർ. ശൈലജ ടീച്ചറെ ഉദ്ഘാടനത്തിന് വിളിച്ചു കണ്ട് നന്ദി പറയാണ്. ഓല ഭരണത്തിന് ഓല MLAന്റെ സ്വപ്നം പൂവണിയാൻ കഴിഞ്ഞിട്ടില്ല. ഓല നേതാവിന്റെ മരണസ്മരണക്ക് വേണ്ടിയിട്ട് അത് സാധിച്ചിട്ടില്ല. ഞങ്ങളെ മഞ്ചേരിയിലെ MLA
ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിരാഹാരം കടന്നു. ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? അപ്പൊ ലീഗിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമുള്ളതെന്ന്? ലീഗിനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന്. UDF ഭരിച്ചിട്ട് ഓല MLA തന്നെ നിരാഹാരം കിടക്കേണ്ട ഗതിയാണ് ഓരോ കഥകളും പറഞ്ഞു കണ്ടെന്ന്. എന്നിട്ട് ആ ലീഗിനെ നമ്മൾ എന്തിന്റെ പേരിൽ പിന്തുണക്കണം നിങ്ങൾ ഈ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ നിന്ന് പോയ കുഞ്ഞാലിക്കുട്ടിയല്ലേനോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDF ഭരിക്കുമ്പോ വ്യവസായ മന്ത്രിയായത്? എന്ത് വ്യാവസായിക സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിൽ കൊടുത്തിട്ടുള്ളത്? 42 ലക്ഷം ജനങ്ങള് 2011 കണക്ക് പ്രകാരം ഉണ്ട്. 2011 ഇന്ന് അതിനേക്കാൾ കൂടുതലുണ്ടാവും. ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. എന്നിട്ട് ഈ മലപ്പുറം ജില്ലയിൽ എന്താണുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരി. അപ്പൊ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോ മുസ്ലിം ലീഗ് അമ്പേ പരാജയമാണ്. മുസ്ലിം ലീഗിലെ ചില കോർപ്പറേറ്റ് താല്പര്യമുള്ള കുറെ കളവന്മാര് ഓല് റാഞ്ച് ഇങ്ങനെ കൊണ്ടെടുക്ക ഓല സത്തുകള്. ഇപ്പൊ ഈട്ടിന്റെ 200% വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് മലപ്പുറം ജില്ലക്ക് എന്ത് പുരോഗതി ഉണ്ടായി? നിലമ്പൂർ വഹാബ് ഓന്റെ സമ്പത്ത് കൂട്ടിയെന്നല്ലാതെ എന്ത് പുരോഗതി ഓനെ കൊണ്ടാണ്? ഇന്നേ വരെ രാജ്യസഭയിൽ ഒന്ന് എണീറ്റ് നിൽക്കണം. മൂത്രമൊഴിക്കാൻ പോകുമ്പോ എണീറ്റ് പോകണ്ടെന്നാണ്, അതന്നെ കൂന്നുകാണ്ട പോണെന്നാ പറയുന്നത്. അല്ലാതെ എന്ത് നേട്ടം ലീഗിനെ കൊണ്ട് നിങ്ങൾ ഉണ്ടായി? 5 കൊല്ലത്തിനിടയിൽ 7 പ്രാവശ്യം വേങ്ങരക്കാർ വോട്ട് ചെയ്തൊരു പാർട്ടിക്ക് എന്ന് പറയുമ്പോ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഴുതകളാണ് ജനങ്ങളെ ആക്കുന്നത്. ഇത്രയൊക്കെ കഴുതകളാക്കിയിട്ട് പോലും തിരിച്ചറിയാത്ത ഒരു ജനത തന്നെയാണ് ലീഗിന്റെ ശക്തി. ആ ലീഗ് ജനത്തിനും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല, സമുദായത്തിനും ഗുണമില്ല. അതിലുള്ള കുറച്ച് കളവന്മാർ ഇങ്ങനെ കൊണ്ടുവരും. പാണക്കാട് തങ്ങന്മാർക്ക് മരിക്കുന്നത് വരെ കിയാമന്നാൾ വരെ എന്നും പ്രസിഡന്റായി ആ പേരും പ്രശസ്തിയിലും ഇങ്ങനെ നടക്കാം. അതിലുള്ള കുറച്ച് കോർപ്പറേറ്റ് താല്പര്യമുള്ള കളവന്മാർക്കും തന്നെ അതിനെങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ടുവരുന്ന ഓല സ്വത്തും ഓല മക്കളും ഓല മരക്കളും ഓല കുടുംബവും അതിങ്ങനെ ദമ്മായി നടക്കും. പട്ടിണി കിടക്കണം, പട്ടിണി തന്നെയാണെന്ന് ഇന്നും. കുഞ്ഞാലിക്കുട്ടിന്റെ മണ്ഡലത്തിലായാലും വീട്ടിന്റെ മണ്ഡലത്തിലായാലും മലപ്പുറം ജില്ലയിൽ പട്ടിണി കിടക്കും. മലപ്പുറം ജില്ല ഭൂരിഭാഗം ഇന്നും എന്നും ഏത് പാർട്ടി വന്നാലും ഓലാണല്ലോ ജയിക്കുന്നത്. അപ്പൊ മലപ്പുറം ജില്ലന്റെ ശോചനീയാവസ്ഥക്ക് കാരണം മുസ്ലിം ലീഗ് തന്നെയാണ്, യാതൊരു തർക്കൂല. മുസ്ലിം ലീഗിനെ മലപ്പുറം ജില്ലയിൽ നിന്ന് ജനങ്ങൾ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ പറ്റുള്ളൂ.